സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ. ആലിക്കുട്ടി മുസ്ലിയാര് 81 അന്തരിച്ചു. മലപ്പുറം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ. ആലിക്കുട്ടി മുസ്ലിയാര് വ്യാഴാഴ്ച അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് തെരൂർക്കാട് സ്വദേശമായ അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു അന്ത്യം. പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും അധ്യാപകനും സംഘടനാ നേതാവുമായിരുന്ന ആലിക്കുട്ടി മുസ്ലിയാര് 2016 മുതൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു. അന്തരിച്ച ചെറുശ്ശേരി സൈനുദ്ദീന് മുസ്ലിയാരുടെ പിൻഗാമിയായാണ് അദ്ദേഹം ഈ പദവിയിലെത്തിയത്. 2013 മുതൽ കാസർഗോഡ് ജില്ലാ കാസിയായും 2003 മുതൽ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ പ്രിൻസിപ്പലായും പ്രവർത്തിച്ചു. 1945 മലപ്പുറം ജില്ലയിലെ ഇരുമ്പുഴി തെക്കുമുറിയിലെ കുന്നത്ത് മൂസ ഹാജിയുടെയും മടമ്പി ഇയത്തുടിയുടെയും മകനായാണ് അദ്ദേഹം ജനിച്ചത്. മുത്തച്ഛനായ കുന്നത്ത് അലി ഹാജിയുടെ കീഴിലായിരുന്നു പ്രാഥമിക മതപഠനം. തുടർന്ന് വിവിധ പ്രശസ്ത ദർസ സ്ഥാപനങ്ങളിൽ ഉപരിപഠനം നടത്തി. 1964 ജാമിഅ നൂരിയയിൽ ചേരുന്ന അദ്ദേഹം 1968 ഫൈസി ബിരുദം നേടി. ഷംസുൽ ഉലമ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാര്, തഴക്കോട് കുഞ്ഞാലവി മുസ്ലിയാര്, പെരിന്തൽമണ്ണ സൈദാലി മുസ്ലിയാര്, വളപുരം കെ. ടി. മുഹമ്മദ് മുസ്ലിയാര്, അബ്ദുൽ ഖാദർ കായി മുസ്ലിയാര്, പെരുമ്പളം ബാപ്പുട്ടി മുസ്ലിയാര് എന്നിവരായിരുന്നു പ്രധാന ഗുരുക്കന്മാര്. വളരെ ചെറുപ്പത്തിലെ നേതൃപാടവം പ്രകടിപ്പിച്ച അദ്ദേഹം 16-ാം വയസ്സിൽ തെരൂർക്കാട് മഹല്ല് പള്ളിയുടെ കത്തയിബായും 20-ാം വയസ്സിൽ മഹല്ല് കാസിയായും ചുമതലയേറ്റു. മീനാർക്കുഴി ദർസിൽ അധ്യാപന ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് ചെമ്മങ്കടവ് ദർസിലും സേവനമനുഷ്ഠിച്ചു. 1979 ജാമിഅ നൂരിയയിൽ അധ്യാപകനായി ചേർന്ന് 2003 പ്രിൻസിപ്പലായി. സമസ്തയിലും അനുബന്ധ സംഘടനകളിലും നിരവധി പ്രധാന പദവികൾ അദ്ദേഹം വഹിച്ചു. സമസ്ത പെരിന്തൽമണ്ണ താലൂക്ക് സെക്രട്ടറി, മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ്, സമസ്ത മുഷാവറ അംഗം 1992 മുതൽ 2016 വരെ വൈസ് ജനറൽ സെക്രട്ടറി, 2010 മുതൽ സമസ്ത ജോയിന്റ് സെക്രട്ടറി, 2016 മുതൽ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ വൈസ് പ്രസിഡന്റായും ജാമ്യ പൂർവ്വവിദ്യാർത്ഥി സംഘടനയായ ഒസ്ഫോജനയുടെ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ ഇസ്ലാമിക പണ്ഡിതനായിരുന്ന അദ്ദേഹം ഈജിപ്ത്, ലിബിയ, മൊറോക്കോ, സെനഗൽ എന്നിവിടങ്ങളിൽ നടന്ന സമ്മേളനങ്ങളിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചു. ഇസ്ലാമിക പഠനത്തെയും സൂഫിസത്തെയും കുറിച്ചുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. മുസ്ലിം വേൾഡ് ലീഗിന്റെ ഇസ്ലാമിക് ഫിഖ് കൗൺസിൽ അംഗമായും ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് സർവകലാശാലയുടെ EFLU പാഠ്യപദ്ധതി രൂപീകരണ സമിതി അംഗമായും പ്രവർത്തിച്ചു. 2003 മുതൽ 2006 വരെ കേരള ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ഈ പദവിയിലെത്തിയ ആദ്യ മന്ത്രിയല്ലാത്ത വ്യക്തിയെന്ന പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ട്. 2006 മുതൽ 2009 വരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായും സേവനമനുഷ്ഠിച്ചു. കൂടാതെ സംസ്ഥാന മുസ്ലിം അനാഥാലയ ഏകോപന സമിതിയുടെ വൈസ് പ്രസിഡന്റും അൽ മുഅല്ലിം, അൽ നൂര്, സുന്നി അഫ്കാര് മാസികകളുടെ ചീഫ് എഡിറ്ററുമായും പ്രവർത്തിച്ചു. തെരൂർക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരവും ഖബറടക്കവും നടക്കും.